അപ്പോൾ ചങ്കളെ ഇന്നത്തെ ദിവസത്തിന് ഒരു ചെറിയ പ്രത്യേകത കേട്ടോ. അന്ന് ഒത്തിരി ഹാപ്പിയാണ്, സന്തോഷമുള്ള ദിവസമാണ്. നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങിച്ചു നൈറ്റിൽ, പിന്നെ ഒറീസ ഇവിടെ കട്ടക്ക് ടൗണ് പോയിട്ട്. എന്താണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജാവിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അതുപോലെ തന്നെ നമ്മൾ സൽമാൻ കേൾട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി 50K അടിച്ച ദിവസം കൂടിയാണ്. അപ്പോൾ ഏറ്റവും നല്ല മൊമെൻറ്റ് തന്നെ ആയി കിട്ടി എന്നുള്ളതാണ്. കാരണം നമ്മുടെ മർക്കസിൽ നമ്മളെ ഇവിടുത്തെ ബോർഡിങ്ങിലുള്ള കുട്ടികളൊപ്പം തന്നെ അത് ആഘോഷിക്കാൻ പറ്റി. ജാവിനോട് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ജാവിന് വണ്ടി ഇരുത്തിയിട്ടാണ് ഞാൻ സംഗതി സാധനം വാങ്ങിയത്. ഇപ്പോഴാണ് ഉപ്പര പെട്ടി പൊട്ടിച്ചപ്പോഴാണ് അറിയേണ്ടത് 50K കേക്കാന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വെട്ടി പൊട്ടിച്ചപ്പോഴാണ് ജാവിൻ്റെ ബർത്ത്ഡേ കേക്കും കൂടെയാണ് എന്നുള്ളത്. അവന് സർപ്രൈസ് ആയിക്കോട്ടെ വെച്ചിട്ട്, പക്ഷേ ഗംഭീര പരിപാടി ആയി പോയി. അപ്പോൾ നമ്മൾ ഇതാണ് ഹാപ്പി ബർത്ത്ഡേ ജവാദ് സൽമാൻ കേൾട്ടൻ 50K ഇങ്ങനെ കേക്ക് സെറ്റ് ചെയ്ത് കുട്ടികളൊക്കെ പാടെ ഒരുമിച്ചിരുത്തി നമ്മളെ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്കൊരു ട്രീറ്റ് എന്നുള്ളതും കൂടെ നമ്മളിതിൽ ആ ഒരു ഹാപ്പിനെസ്. അപ്പോൾ ജാവിനെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് കൂടെ ആയിരിക്കും. നിന്ന് കത്തുണ്ടിട്ട് നമ്മളെ കേക്ക്. എന്തായാലും കുട്ടികളെ നിർത്തിയിട്ട് ഓൽക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളെ ചൂട്ടാപ്പിക്ക് കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്യും. ഫസ്റ്റ് ഒരുമിച്ചാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കട്ട് ചെയ്ത് നമ്മൾ ഈ ചൂട്ടാപ്പിക്ക് തന്നെ നമ്മളെ ഫസ്റ്റ് കൊടുത്ത്. അപ്പോൾ ഓലെ സംബന്ധിച്ച് ഓലെ ലൈഫിൽ ഒരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആവട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഹാപ്പി ഇന്നത്തെ ദിവസം. അങ്ങനെ ചെറിയ കുട്ടികളും അവരുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിന്. അവരെല്ലാവരും നമ്മുടെ ഇവിടുത്തെ മൂല്യന്മാരും എല്ലാവരുടെയും തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാപ്പി മൊമെൻറ്റ്, അത് ഈ ഒരു ദിവസം ഇങ്ങനത്തെ സിറ്റുവേഷനിൽ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയേണ്ടത്. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അങ്ങനെ ജാവിക്കൊരു കേക്ക് കൊടുത്ത് നേരെ അടുത്ത് നെക്സ്റ്റ് ഇബ്രു. കാരണം ഇവരും കൂടെ നമ്മളിപ്പോൾ ഉണ്ടായതുകൊണ്ട് എത്ര ഹാപ്പിയിൽ ഇത് പോണതും ഈ 50K എന്നുള്ള അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഹാറ്റ്സ് ഓഫ്.